സംബന്ധിച്ചിടത്തോളം +2 ശേഷം ഒരിക്കലും ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കാത്ത രീതിയിലാണ് എൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. +2 ശേഷം പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ എൻ്റെ മുൻപിൽ വന്നിരുന്ന ഒരു അവസരമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അന്ന് ഒരുപാട് പേര് വിജയിക്കുന്നുണ്ട്, പക്ഷേ വിജയിക്കുന്നവരെണ്ണം അവിടെ കുറവാണ്. അപ്പം എനിക്കും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. +2 പഠിക്കുന്ന വ്യക്തി എന്തിന് ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങണമെന്ന് ചോദിച്ച് ഒരുപാട് പേരെന്നെ വഴക്ക് പറഞ്ഞു. അതിനുശേഷം ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു സിസ്റ്റമേ വിട്ട് ബേക്കിംഗ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊഫഷനിലേക്ക് വന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്തതുപോലെ തന്നെ കൊറോണ കാലഘട്ടത്തിലാണ് ഈ ബേക്കിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് ഞാൻ വന്ന് എൻ്റെ ആഗ്രഹം അത്ര തീവ്രമായിരുന്നു. അതുകൊണ്ട് സാധാരണ 2-3 കേക്ക് ചെയ്യുന്നത് പോലല്ല ഞാൻ ചെയ്തത്. ഏകദേശം 20 കേക്കോളം ഒരു ദിവസം ചെയ്ത് ആ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ വന്നത്. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ പാഷനാണ്. ബേക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. ഒരുപാട് പേരിലേക്ക് ഈ ഒരു കേക്ക് എത്തിക്കണം, ടേസ്റ്റ് എത്തിക്കണം എന്നുള്ളത് എൻ്റെ പാഷനാണ്. പക്ഷേ ആ പാഷൻ ബേർഡനായി പോകുന്നൊരവസ്ഥയാണ് ഞാൻ കണ്ടത്. അതായത് നമുക്കറിയാം, പാഷൻ എന്ന് പറയുമ്പം നമ്മളത് ഇഷ്ടത്തോടെ ചെയ്യേണ്ടതാണ്. കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനെയാണ് ബേർഡൻ എന്ന് പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ബേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബേർഡനായി. 20ഓളം കേക്ക്, ജീവിതത്തിൻ്റെ പ്രതിസന്ധി എല്ലാം മാറ്റണം എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ടത് ബേർഡനായി. അങ്ങനെ വന്നപ്പോഴേക്കുമാണ് ഈ ഒരു അവസരം, ജസ്റ്റ് പെയ്ഡ് എന്ന് പറഞ്ഞൊരു അവസരം എൻ്റെ പപ്പായുടെ സുഹൃത്ത് ഇത് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞാൻ കഷ്ടപ്പെടുന്നത് എനിക്ക് 3 മാസം കൊണ്ട് ജസ്റ്റ് പെയ്ഡിൽ നിന്നാൽ റിസൾട്ട് കിട്ടും എന്നുള്ളത് എൻ്റെ കടബാധ്യത, ഏകദേശം 1.5 കോടിയോളം കടബാധ്യത ഉണ്ടായിരുന്നു. ആ ഒരു കടബാധ്യത 3 മാസം കൊണ്ട് വീട്ടാമെന്നുള്ളൊരു പ്രതീക്ഷ നൽകിയാണ് ഞാൻ, അല്ലെങ്കിൽ പ്രതീക്ഷ കിട്ടിയാണ് ഞാൻ ജസ്റ്റ് പെയ്ഡിലേക്ക് വന്നത്. സക്സസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. ഇപ്പം ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവർ പോലും സക്സസ്ഫുൾ ആയിട്ടുള്ള പീപ്പിളിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതം സക്സസ്ഫുൾ ആവും. ഇവിടെ ജസ്റ്റ് പെയ്ഡിൽ നമ്മൾ കാണുന്നത് സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ അവരുടെ ജീവിതത്തിൽ അവരൊന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ജസ്റ്റ് പെയ്ഡ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു അവസരം മനസ്സിലാക്കി ഈ ഒരു സക്സസ്ഫുൾ പീപ്പിളിന്റെ കൂടെ നിൽക്കുന്നതോടുകൂടെ തന്നെ ഇപ്പം 4 തരത്തിലുള്ള നീഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ബേസിക് നീഡ്സ് ഉണ്ട്, സെക്യൂരിറ്റി നീഡ്സ് ഉണ്ട്. അതായത് സാധാരണ രീതിയിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഉപയോഗിക്കുന്നവരുണ്ട്, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഈ വ്യക്തികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. APJ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ 4 കൂട്ടുകാരെ എനിക്ക് കാണിച്ചതാ, ഞാൻ പറയാം നിങ്ങളുടെ സ്വഭാവവും അതുപോലെ നിങ്ങളുടെ വരുമാനവും. ഇവിടെ ജസ്റ്റ് പെയ്ഡിനെ സംബന്ധിച്ചിടത്തോളം 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് വിജയിപ്പിച്ചിട്ടുള്ള ഒരു കമ്പനി മാനേജ്മെന്റ് ആണ് ഇവിടെ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പനി മാനേജ്മെന്റിനോട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ആ പ്രതിസന്ധികളിൽ വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സക്സസ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് ചെറിയ രീതിയിലുള്ള, വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നീണ്ടു നിൽക്കുന്ന സക്സസ് അല്ല, ലോങ് ടേം സക്സസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും. അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസവും ഭയവും ഒരുമിച്ച് പോകുന്ന രണ്ട് കാര്യങ്ങളല്ല, രണ്ടും 2 അവസ്ഥയിലുള്ളത്. ഭയം എന്ന് പറയുന്നിടത്ത് വിശ്വാസമില്ല, വിശ്വാസം എന്ന് പറയുന്നിടത്ത് ഭയമില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ ഒരു ജസ്റ്റ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മാനേജ്മെന്റിന്റെ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും നിലയ്ക്കാത്ത ഒരു സിസ്റ്റം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് ഏത് സമയത്തും വരുമാനം കിട്ടുന്ന, എത്ര സാഹചര്യങ്ങൾ പ്രശ്നമാണെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. ആ ഒരു സിസ്റ്റം നമ്മളുടെ ജസ്റ്റ് പെയ്ഡ് കമ്പനിക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ അസാന്നിധ്യത്തിൽ പോലും എൻ്റെ കുടുംബം ഇവിടെ സേഫ് ആണ് എന്നുള്ളത് എനിക്ക് 100 വട്ടം ഉറപ്പിക്കാൻ പറ്റും. അതായത് ഞാനില്ലെങ്കിലും ഒരു സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു സേഫ്റ്റി എവിടെ എപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഞാൻ എത്രത്തോളം നാൾ അസോസിയേറ്റഡ് ആണോ, അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ 4 വർഷത്തിന് മുമ്പുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവത്തില്ല എന്നുള്ളത് എനിക്ക് 100 വട്ടം വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭയവും എന്നെ അലട്ടുന്നില്ല.